ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എണീച്ച് ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റാണിത്. ഓട്സ്, അതേപോലെ തന്നെ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ ഇട്ടു, കുറച്ച് ചിയ സീഡ്സ് ഇട്ടു, പാലിൽ 6 കാലറീസ് കട്ട് ചെയ്തു, അതേപോലെ തന്നെ പഞ്ചസാര ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. ജസ്റ്റ് പ്രോട്ടീനും കുറച്ച് കാർബ്സും പിന്നെ ചിയ സീഡ്സ് ഇട്ട് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് യൂസ് ചെയ്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ പോവാണ്. അതാണ് നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയിന്. ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ഇവിടെ ഷോപ്പിൽ 260 രൂപയാണ് കിലോന്. അപ്പോൾ അത് 2 കിലോന് വാങ്ങി, എന്നാലും 540 റുപ്യ വാങ്ങിയവർ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ബ്രസ്റ്റ് പീസ് മാത്രമേ എല്ലാം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് ഇന്നലെ വാങ്ങിച്ചു. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ 3 മണിക്ക് എടുത്ത് വെച്ചു. ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് വീണ്ടും എടുത്തുകൊണ്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, കട്ട് ചെയ്ത് മസാല വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് എല്ലാ ദിവസവും എടുത്തിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ ചിക്കൻ. മസാല തേച്ചു ഫുൾ സെറ്റാക്കി നമ്മൾ മൂടി വെക്കും. മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ആവശ്യമില്ലപ്പം നമ്മൾ എടുത്തേക്കാണ്ട് എന്ത് ചെയ്യും, എയർ ഫ്രയർ ഉണ്ട്, എയർ ഫ്രയറിലിട്ടാണ് ചൂടാക്കും. മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചാൽ മുട്ട ഒരു 6 മുട്ട, അതിൻ്റെ എഗ്ഗ് വൈറ്റ് മാത്രം കഴിക്കും. ഹലോ എവരിവൺ, അപ്പോൾ ഇന്നലെ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഓക്കെ, കുറേ ദിവസങ്ങൾക്ക് ശേഷം വർക്കൗട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പമ്പിങ് കാണാനുണ്ടാവും. ഇന്നലെ നമ്മൾ ബാക്കും കളിച്ചില്ല. നമ്മൾ കളിച്ചത് എന്തൊക്കെയാ വെച്ചാൽ ഷോൾഡർ കളിച്ചു, അതിന് കൂടുതൽ നമ്മൾ ആംസ് കളിച്ചു, ബൈസും കളിച്ചു, ട്രൈസും കളിച്ചു. അപ്പോൾ കാബ്സ് കുറവാണെന്ന്, അപ്പോൾ അവിടെ തന്നെ പമ്പ് അധികം ഉണ്ടാവില്ല. അതായത് കളിച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയ പമ്പില്ലായിരുന്നു. എന്നാലും കളിക്കണ സമയത്ത് നമുക്ക് നല്ല പമ്പ് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. പക്ഷേ ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്, ദാറ്റ്സ് ഇറ്റ്. ബിക്കോസ് നമുക്ക് ആ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ഉണ്ടാവും, കൂടുതൽ കാബ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അധികം പമ്പ് ഉണ്ടാവില്ല. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കാൻ. അതാണ് നമ്മുടെ ആക്ച്വൽ കണ്ടീഷൻ. അപ്പോൾ ഓക്കെ, ചെസ്റ്റൊന്നും കളിച്ചിട്ടില്ല. ചെസ്റ്റ് കളിക്കാൻ പുതിയ നിൽക്കുകയാണ്. നമുക്ക് നാളെ ലെഗാണ്. ഇന്ന് കാർഡിയോ ആണ്, നാളെ ലെഗാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം കാർഡിയോ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെസ്റ്റും ബാക്കും കളിക്കുക. ബോഡി പമ്പ് ചെയ്യും. പിന്നെ കഴിഞ്ഞാൽ കോമ്പറ്റീഷനും. ഓക്കെ, സോ കോമ്പറ്റീഷൻ അടുത്ത് വരാണ്. അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ള വർക്കൗട്ട് ചെയ്യുക, എന്ത് ചെയ്യുക. അതുവരെ നമ്മൾ ഈ ഒരു ട്രാക്കിൽ പോകേണ്ടതാണ്. ഫുഡ് കറക്റ്റാക്കണം, സ്ലീപ്പ് കറക്റ്റാക്കണം, വർക്കൗട്ട് കറക്റ്റാക്കണം. എന്തായാലും പീക്ക് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പീക്ക് വീക്ക് ഇന്ന് മുതൽ പീക്ക് വീക്ക് സ്റ്റാർട്ടാവും. പിന്നെ നമുക്ക് 7 ദിവസം കഴിഞ്ഞ കോമ്പറ്റീഷനാണ്, 7ാമത്തെ ദിവസം കോമ്പറ്റീഷനാണ്. അപ്പോൾ പീക്ക് വീക്ക് സ്റ്റാർട്ടായി. ഇപ്പം ഇന്ന് മുതൽ ഞാൻ കാബ്സ് കുറച്ച് കഴിക്കും. ലാസ്റ്റ് 2 ദിവസം കാബ്സ് ലോഡ് ചെയ്യും. നമ്മൾ ബാക്ക് ലോഡ് പ്രോട്ടോക്കോളാണ് ഫോളോ അപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ. ഇന്നത്തെ ബോഡി കണ്ടീഷൻ നോക്കാം നമുക്ക്.
ഫിഷിന് ഫുഡ് എടുത്തു. ഇതാണ് നമ്മൾ മഞ്ചേരി വ്യൂ പോയിൻ്റ്. കുറേ കാലം കൊണ്ട് വന്നിട്ട് ചുരുക്ക് കൂടിക്കാണ്. അതാണ് മഞ്ചേരി ടൗണാണ് കാണുന്നത്. പുതിയ ഫയർ ബോൾട്ടിൻ്റെ സ്മാർട്ട് വാച്ച് മെയിനായിട്ട് വാങ്ങിയത് സ്റ്റെപ്പ് കൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. മെയിനായി വാങ്ങിക്കുന്നത് ഇതാക്കണേ ഈ സ്റ്റെപ്പ് കൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണോ. ഇപ്പോൾ ചിക്കൻ റെഡി ആയിക്കണേ. ഇപ്പോൾ കഴിക്കാൻ പോവാണ്. ഇതിപ്പോൾ 150 ഗ്രാമാണ്. ഒന്നേ നമ്മളിപ്പോൾ കഴിക്കുള്ളൂ. അടുത്ത നമ്മൾ രാത്രി കഴിക്കാനിലാണ്. ഇതാണ് നമ്മളെ ലഞ്ച്. 150 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, റൈസ് 110 ഗ്രാം, പിന്നെ കുറച്ച് തൈരുണ്ട്, പിന്നെ കുക്കുംബറും, ഒരു പീസ് ഊതിക്ക് കൊടുത്തു. ഇപ്പോൾ ഇതാണ് നമ്മളെ സാൻഫിറ്റ് അയച്ച സെമിയർ അയച്ച സംഭവമാണ്. സംഭവം എന്താണെന്ന് നോക്കാം നമുക്ക്. കണ്ണൂർ കൊള്ളാം. ഡേറ്റ്സ്, ചെറുപയർ, തേങ്ങ അനസ്, കേക്ക് അതല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കോഫി കുടിച്ചു.